കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5:43 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന 1 രാജാക്കന്മാർ 21 അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതാണോ നമ്മുടെ നെറ്റിയിൽ ഒരു ശീർഷകം ഒട്ടിച്ച് നടക്കാൻ? നീ നിന്നെ തന്നെ വിറ്റു, അല്ലെങ്കിൽ എന്നെ തന്നെ വിറ്റവൻ വിറ്റവൾ എന്നുള്ള ഒരു ശീർഷകം നമ്മുടെ നെറ്റിയിൽ കൊണ്ട് നടക്കാൻ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? നമ്മൾ കാണുകയാണ്, ആഹാബ് രാജാവിനോട് ദൈവം തിശ്ബിയനായ ഏലിയായിലൂടെ പറഞ്ഞൊരു കാര്യം, നീ നിന്നെ തന്നെ വിറ്റവനായി. കാരണം പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാര്യയെ പ്രീതിപ്പെടുത്താൻ നീ ദൈവത്തിന് അനിഷ്ടമായ കാര്യം ചെയ്തു. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് വേണ്ടി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി ദൈവത്തിന് അനിഷ്ടമായ കാര്യം, അതേത് പാപപ്രവൃത്തിയാണെങ്കിലും ദൈവത്തിന് അനിഷ്ടമാണ്. നമ്മളത് ചെയ്യുമ്പോൾ ഏത് അവസ്ഥയിലേക്കാണ് അധപ്പതിക്കുന്നത് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നീ നിന്നെ തന്നെ വിറ്റവനെ പോലെയാണ്. പറയുണ്ട്, പാപസുഖത്തിന് വേണ്ടി, മനുഷ്യപ്രീതിക്ക് വേണ്ടി ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം പറയുന്നത് എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ കാണുകയാണ്, അനുതാപം മൂലം ആഹാബിന് ദൈവം കൊടുത്ത പ്രത്യാശയുടെ സന്ദേശം. നിന്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ ഞാനിതാ മാറ്റിവിടുന്നു, കാരണം നീ അനുതപിച്ചു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആഹാബ് രാജാവായിരുന്നെങ്കിൽ പോലും രാജകീയ വസ്ത്രം മാറ്റി, എന്നിട്ട് ചാക്കൊടുത്തു, മേത്ത് ജാരം വാരിയിട്ട് ഉപവാസം നോക്കി ദൈവത്തോടെ കണ്ണീരോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇതെല്ലാം കൂടെ ചേർത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യം, ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ? പറയുണ്ട്, ഞാൻ അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ മാറ്റിവിടുന്നു. ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ മാറ്റിവിടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപം എത്ര വലുതാണേലും അനുതപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ ദൈവം നമ്മോട് കരുണ കാണിക്കും. നമ്മുടെ പാപങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അവൻ്റെ കൃപയിലുള്ള ജീവിതം വീണ്ടും നമുക്ക് സാധ്യമാകും എന്നുള്ളത് നാം തിരിച്ചറിയണം. ആഹാബിൻ്റെ പാപം വലുതായിരുന്നെങ്കിൽ ജസബലിൻ്റെ പാപം അതിനേക്കാൾ വലുതായി. കാരണം നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം വാങ്ങാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ നാബോത്ത് പറഞ്ഞു, ഇതെൻ്റെ പിതൃസ്വത്താണ്, ദയവ് ചെയ്ത് ഇത് മാത്രം ചോദിക്കരുത്. അത് കേട്ടിട്ട് പിന്നെ അവനെ നിർബന്ധിക്കാതെ കൊണ്ട് തിരിച്ചു വരുന്ന ആഹാബിനെ കാണാൻ പറ്റും. അവൻ കൊട്ടാരത്തിൽ വന്ന് വിഷാദത്തോടെ കിടക്കുക, ഭക്ഷണം പോലും കഴിക്കാതെ. ജസബൽ ചോദിച്ചു, എന്താ പറ്റിയേ? അത് ഞാൻ ആ സ്ഥലം നിനക്ക് വേണ്ടി, നിനക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെന്ന് ചോദിച്ചിട്ട് അവനത് തന്നില്ല. അതിന് മറുപടിയായിട്ട് ജസബൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊരു രാജാവാണോ?
ഒരു രാജാവിന് ഇത്രയും കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിന് രാജാവായിട്ടിരിക്കുന്നു? ഒരു കാര്യം ചെയ്യും, ആ ഒരു ജോലി ഞാൻ ഏറ്റെടുത്ത് ഞാനത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം. എന്നിട്ട് തന്ത്രപൂർവം അവൾ പ്രവർത്തിച്ച അവസാനം നാബോത്ത് മരണപ്പെട്ടു. നാബോത്തിനെ അവർ കല്ലെറിഞ്ഞു കൊന്നു. അവൻ്റെ രക്തം ജസ്രയേലിൽ വീണു. നമ്മൾ കാണുകയാണ്. മരിച്ചെന്ന് കേട്ടപ്പോഴേ ആഹാബ് രാജാവിനോട് ജസബൽ ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ചോദിച്ചിട്ട് തരാതിരുന്നവൻ അവൻ മരണപ്പെട്ടു, നിനക്കിനി പോയിട്ട് ആ മുന്തിരിത്തോട്ടം എടുക്കാം, വിലയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഇനി നമ്മൾ ഇതുപോലെ പ്രവർത്തിച്ച ദുഷ്പ്രവർത്തിക്ക് തന്നെ വിട്ടുകൊടുത്ത ജസബലിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. ജസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ അവളുടെ മാംസം നായ്കൾ ഭക്ഷിക്കും. നമ്മൾ കാണുന്നുണ്ട് ജസബേലിൻ്റെ അന്ത്യം വളരെ ശോചനീയമായിരുന്നു, ഭയാനകമായിരുന്നു. അവളെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു. അവളുടെ രക്തം ചുമരിന്മേലെല്ലാം തെറിച്ചു. മാത്രമല്ല കുതിരകൾ വന്ന് അവളെ ചവിട്ടി തേച്ചു, നായ്ക്കൾ അവളുടെ മാംസം ഭക്ഷിച്ചു എന്നെല്ലാം ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്, നമ്മുടെ പ്രവൃത്തിക്ക് അതിൻ്റെ ഫലം നമ്മുടെ തന്നെ തലയിൽ വന്ന് വീഴും. ദുഷ്പ്രവൃത്തിയാണെങ്കിൽ അതനുസരിച്ച് സൽപ്രവൃത്തികൾ ചെയ്യുന്നെങ്കിൽ അതിൻ്റേതായ ബ്ലെസ്സിങ്, അനുഗ്രഹം നമ്മുടെ മേൽ വന്ന് വീഴും എന്നുള്ളത് ഒബാദിയ 1:15 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളെല്ലാ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്, ചെയ്യുന്നവരാണ്. അതൊക്കെ നല്ലതായിരിക്കാൻ, ദൈവത്തിന് പ്രീതികരമായിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇന്നത്തെ സുവിശേഷഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ചില ഈ റബ്ബർ ബാൻഡൊക്കെ നമുക്കറിയാമല്ലോ, വലിച്ചാൽ അതിൻ്റെ നീളം കൂടും എന്ന് പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ദമ്പതിമാർ ഓർത്തിരിക്കുക, ഒരുപാട് കൗൺസിലിങ്ങിൽ നമ്മൾ കേൾക്കാറുള്ള പ്രശ്നമാണ്. ചിലർ പറയണത്, ഇനി എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മയുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചെന്ന് കേട്ടാൽ പോലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവിടെ തീരും. ചിലരുടെ മനസ്സിലിരിക്കുന്നത്, ഭർത്താവ് അമ്മയെ സ്നേഹിച്ച, പെങ്ങന്മാരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് തരേണ്ട സ്നേഹം കുറഞ്ഞു പോകും. വേറെ ചിലരുടെ തലയ്ക്കകത്തിരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്താൽ എനിക്കുള്ളത് കുറഞ്ഞു പോകും. അത് ഈ ബുദ്ധി പഠിപ്പിക്കുന്നതാണ്. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്ന അതിൽ നിന്നും വ്യത്യസ്തമാണ്. നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത, സ്നേഹം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടത്, നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതിൽ എന്ത് കാര്യം? അത് ചുങ്കക്കാരും പാപികളും ചെയ്യുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് മഴയുണ്ടായിരുന്നു, കുടയും പിടിച്ച് വന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, വന്ന് എല്ലാവരുടെയും മേൽ ആ മഴ പെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾ കുട നിവർത്തി പിടിച്ചത്. ഇനി പാപിയായ ഈ മനുഷ്യന് മഴയിരിക്കട്ടെ, പാപം ചെയ്യാത്ത അവർ പോകുന്ന വഴിക്ക് മാത്രം മഴ പെയ്യിക്കാതിരുന്നേക്കാം. അങ്ങനെ കർത്താവ് ചിന്തിച്ചില്ലല്ലോ. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ മഴ പെയ്യിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹം എല്ലാവരിലേക്കും എത്തേണ്ടതാണ്. അത് ഏതാനും ചില വ്യക്തികളിൽ പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. ലേവിയരുടെ പുസ്തകം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സഹവിശ്വാസികളെ, നിൻ്റെ അതേ വിശ്വാസം പങ്കിടുന്നവരെ, അവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക. തോബിത്താണേലും 2 പേരെ കൊണ്ടുവരാൻ പറഞ്ഞ് മകനെ പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞു, നമ്മുടെ വിശ്വാസം പങ്കിടുന്ന 2 പേര്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം, ലവ് യുവർ നെയ്ബർ, നിൻ്റെ അയൽവാസിയെ സ്നേഹിക്കുക. ക്രിസ്ത്യൻ നെയ്ബർ എന്നുപോലും അവിടെ പറഞ്ഞിട്ടില്ല, ലവ് യുവർ നെയ്ബർ. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് എത്തിയാൽ പോരാ, നമ്മുടെ സ്നേഹം നമ്മുടെ തന്നെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളിലേക്ക് എത്തിയാൽ പോരാ, അത് അവിടെ നിന്നും എക്സ്പാൻഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സ്നേഹം വളരുമ്പോഴാണ് ക്രിസ്തീയത നമ്മളിൽ തെളിയുന്നത് എന്ന കാര്യം നാം തിരിച്ചറിയണം. നമ്മൾ സാധാരണ ഈ ഈസ്റ്ററിന് ചെയ്യാറുള്ളൊരു കാര്യമാണ്, പെസഹാ തിരിയിൽ നിന്ന് ബാക്കിയുള്ളവർ ആ തിരി കത്തിക്കും. പെസഹാ തിരിയിൽ നിന്ന് ബാക്കി എല്ലാവരും വന്ന് കത്തിച്ചാലും പെസഹാ തിരിയുടെ വെട്ടമൊന്നും കുറയത്തില്ല. മാത്രമല്ല എല്ലാവരും കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാം ആ ദേവാലയത്തിൽ പ്രകാശം എത്ര വലുതാണെന്ന്. ഇതാണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് നമുക്ക്
ആരെയല്ല, നമ്മുടെ ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ക്രിസ്തീയത തെളിയും. അതനുസരിച്ച് നമ്മുടെ സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ള തെളിച്ചമുണ്ടാവും. ആ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.